ഇന്നലെ ഞെട്ടിക്കുന്നൊരു അപകടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ആ സമയത്ത് ഒരുപാട് രോഗികളാണ്, 60-ലധികം രോഗികളാണ് അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു അപകടം നടക്കുന്നതിനിടെ 4 പേർ മരിച്ചിരുന്നു. അതിലൊരാളാണ് കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരൻ. അവരുടെ ബന്ധുവാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇന്നലെ ആ സമയത്ത് നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു? അതെന്ന് വെച്ചാല് സർക്യൂട്ട് അടിച്ചാന്ന് അവര് പറയുന്നത്. സംഭവം വെച്ചാല് പിന്നെ ഇതിന്റെ മേലേന്ന് ഒരു തീ പടർന്ന് കണ്ടു. പിന്നെ ഒന്നാഴ്ച പോകുകയാണ്. പിന്നെ ഞങ്ങൾ രോഗി കൊണ്ട് പുറത്തേക്ക് വരുത്താന്ന്. ഇന്നലെ അപ്പോ ഏത് സമയത്തായിരുന്നു ഇവരെ പകല് കൊണ്ടുവന്നേക്ക് ഒരു 12 മണി വരെ ഇവിടെ സ്പെഷ്യാലിറ്റിയിൽ അഡ്മിറ്റ് ആണ്. എന്തായിരുന്നു അസുഖം? അത് സോഡിയം കുറച്ചിട്ട് വന്നാണ്. സോഡിയം കുറച്ചിട്ട് ഇവിടെ ഓക്സിജൻ കാറ്റാന്ന് പറഞ്ഞിട്ട് വന്നാണ്. അഡ്മിറ്റ് ആയിക്കില്ല, അഡ്മിറ്റ് ആവുന്ന പറഞ്ഞാണ്. ഞങ്ങൾ ഷീറ്റ് എല്ലാം റെഡിയാക്കി വന്നാണ്. അഡ്മിറ്റ് ആയിട്ട് ഇവിടെ കീമോ ചെയ്യണ്ടായിരുന്നു. അത് പിന്നെ ഇനി ഓരോരോ മാസമല്ലേ ചെയ്യണ്ട. അതിന്റെ ഉണ്ട്. ചികിത്സയിലായിരുന്നു. അത് ചെയ്തിട്ട് നമുക്ക് മാറ്റാന്ന് പറഞ്ഞാൽ വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ തൽക്കാലത്ത് സോഡിയം കുറഞ്ഞേക്കൊണ്ട് ഓക്സിജൻ കാറ്റാന്ന് പറഞ്ഞാണ്. ആ സമയത്ത് ഈ അപകടം ഉണ്ടാകുന്ന സമയത്താണോ ആള് മരിക്കുന്നത്? അപകടം എന്ന് വെച്ചാല് ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നത്. എന്താ വെച്ചാല് ഇതിന്റെ വെന്റിലേറ്റർ ഇതിന്റെ അകത്തേക്കല്ലേ ഞാനിത് വലിച്ച് കൊണ്ടുവന്ന രോഗിയെ പുറത്തേക്കാക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അന്നേരം ഇത് പൊട്ടുന്ന വെച്ചുകൊണ്ടാണ്, പൊട്ടലും ഇതിന്റെ പുകയും കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ചാടുന്നത്. അങ്ങനെ എല്ലാ രോഗികളെല്ലാം പുറത്തേക്ക് ചാടുന്നത്. ഇവരെ വെച്ചാല് ഇതിന്റെ എല്ലാ സെറ്റിങ്ങിലല്ലേ. അങ്ങനെ ഞങ്ങള് സ്കെച്ചറോടെ വിട്ട് പുറത്തേക്ക് ചാടിയത് രക്ഷപ്പെടാൻ രോഗിനെ കൊണ്ട്. ഞാൻ ഓക്സിജന്റെ സിലിണ്ടർ അല്ലല്ല സിലിണ്ടർ അല്ല, അത് സ്വിച്ച് ബോർഡ് പോലത്തെ അതിൽ ഫിറ്റിംഗ് ആസാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വലിക്കാനും എല്ലാം. സിസ്റ്റർ വന്നില്ല, ആരും എല്ലാം സ്വീപ്പാനും. പിന്നെ രക്ഷപ്പെടാൻ നമ്മൾ നോക്കുക. അപ്പൊ ഏകദേശം ആ ഒരു ടൈമിൽ എത്ര സമയം എടുത്തിട്ടായിരിക്കും ആള്, എത്ര സമയം ജീവൻ ഉണ്ടായിരുന്നു? അന്നേരം അരമണിക്കൂറുണ്ട് ജീവൻ ഉണ്ട്. ആ സമയത്തൊന്നും ഡോക്ടർമാരെത്തിയില്ലേ? നിങ്ങൾ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാരും രക്ഷപ്പെടാനാണ് നോക്കുന്നത്, എല്ലാം പുറത്തേക്ക് ചാടാനാണ് നോക്കുന്നത്. പിന്നെ 5 മിനിറ്റ് പുറത്ത് കഴിയുമ്പോഴേക്ക് മരിച്ചിക്ക്. ഇത് കിട്ടാണ്ട് ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചത്. ഈ അധികൃതരുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിലേക്കാണോ? എങ്ങനെയാണ് നടപടികൾ? എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണോ, എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന ശേഷനിൽ പരാതി കൊടുത്ത് പരാതി ഓല് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ശേഷം പരാതിയാണ്. പരാതി ഓല് വിളിച്ചതിന് രാത്രിയാണ് വിളിക്കുന്നത്. അങ്ങനെ ശേഷം ഇന്ന് രാവിലെ 8 മണിയാകുമ്പോൾ ഹാജരാകാൻ പറഞ്ഞ്, അല്ല 7 മണി നമുക്ക് ഇവിടെ എത്താൻ പറഞ്ഞെങ്കിൽ 7 മണി എത്തി ഞങ്ങള് ട്രീറ്റ്മെന്റ് എഴുതി കൊടുത്ത സോഡിയം കുറഞ്ഞിട്ട് സോഡിയം കുറച്ച്. അപ്പൊ ഇന്നലെ സോഡിയം കുറഞ്ഞ് കൊണ്ടുവന്ന രോഗിയാണ് ഈ കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരൻ. ഈ പുറത്തേക്ക് കൊയിലാണ്ടി നെടുമ്പോയിൽ സ്വദേശിയാണ്. അപ്പൊ ആ സമയത്ത് പുറത്തെത്തിച്ചൊരു 5 മിനിറ്റോളം ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് ഡോക്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല. ഓക്സിജൻ കിട്ടാതെയാണ് ഈ ഗംഗാധരൻ മരിച്ചത് എന്നാണ് ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എന്താണ് ഈ ഓക്സിജൻ കിട്ടാത്തത് തന്നെയാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരും. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.